വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ട്രിപ്പ് വ്ലോഗുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് കാലിക്കറ്റിക്കാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പർച്ചേസിങ് ഒക്കെ ഉണ്ട്, അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ നമ്മൾ കാറിലല്ല കേട്ടോ പോകുന്നത്, നമ്മൾ ഒരുപാട് കാലമായി ട്രെയിനിൽ കയറിയിട്ട്. അപ്പോൾ നമ്മളിന്ന് ട്രെയിനിലാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ സ്വന്തം നാട്ടിലുള്ള സ്റ്റേഷനിൽ നിന്നാണ് കേട്ടോ പോകുന്നത്. നമ്മൾ കുറച്ച് അകലെയാണ് താമസിക്കുന്നത്, അപ്പോൾ അവിടെയല്ല. അപ്പോൾ ചെറുകരയാണ് ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ സ്വന്തം നാടാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ പഴയ കാലമൊക്കെ ഓർമ്മ വന്നു. ഞാൻ ഒരുപാട് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ നടന്ന് കളിച്ച് നടന്നൊരു സ്ഥലമാണിതൊക്കെ. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ എന്തോ ഭയങ്കര ഫീലായിട്ടോ. അപ്പോൾ ഞാനൊക്കെ ഈ റെയിലുമ്പോൾ കൂടെ നടന്നിട്ടാണ് കേട്ടോ എൻ്റെ സ്കൂൾക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നത്, എൻ്റെ സ്കൂൾ ജീവിതമൊക്കെ. അപ്പോൾ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഫീലായി. എത്ര പെട്ടെന്ന് ആ കാലമൊക്കെ കഴിഞ്ഞ് പോയതെന്നൊക്കെ ആലോചിക്കുമ്പോൾ എന്ത് രസമായിരുന്നു അതൊക്കെ ഒന്ന് ആലോചിക്കുമ്പോൾ. അപ്പോഴേക്കും നമ്മൾ ട്രെയിൻ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ട്രെയിന് പെട്ടെന്ന് വന്നാൽ നമ്മൾ അപ്പുറത്തൊക്കെ മരത്തിൻ്റെ പുറകിലൊക്കെ ഇറങ്ങി നിന്നിരുന്നത്. അതൊക്കെ പേടിയായിരുന്നു കേട്ടോ, കാരണം നല്ല സ്പീഡിലാണ് ട്രെയിൻ വരിക. അപ്പോൾ നല്ല കാറ്റുണ്ടാവും, നമ്മൾ പാറുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആലോചിച്ചപ്പോൾ എനിക്കെന്തോ സങ്കടമായിട്ടോ, കാരണം ആ കാലമൊക്കെ എത്ര പെട്ടെന്നാണ് കഴിഞ്ഞു പോയതെന്ന് ആലോചിച്ചപ്പോൾ. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ ബാഗൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, കാരണം പർച്ചേസിങ് ഒക്കെ ചെയ്യണ്ടേന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമുക്ക് വിൻഡോ സീറ്റൊന്നും കിട്ടിയില്ല. ഞാനൊരു സെൻറ്ററിലാണ് പെട്ടത്. അപ്പോൾ അവിടെ നിന്ന് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നേരെ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. നല്ല അടിപൊളി സ്ഥലങ്ങൾ കാണായിരുന്നു നമ്മൾ പോകുമ്പോൾ. നമ്മൾ ചെറുകരന്നെ ഒരുപാട് ഉണ്ട് കേട്ടോ. ചെറുകരന്നെ പോകുമ്പോൾ ഒരുപാട് സ്ഥലം കാണും. നമ്മൾ കളിച്ചിരുന്ന വയലുകളും കുളവും തോടും അങ്ങനത്തെ ഒക്കെ കാണായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിൽക്കണേ. അപ്പോൾ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ പോണത്. അപ്പോൾ നമ്മൾ ഡോറിൻ്റെ അവിടെയൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് ഇങ്ങനെ വ്യൂ കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഡോറിൻ്റെ അടുത്ത് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മൾ ഷൊർണൂർ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഷൊർണൂർ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് ട്രെയിൻ മാറി കയറണം. നമുക്ക് ഇവിടുന്ന് ചെറുകിരുന്ന് ഡയറക്റ്റ് ഇല്ല കേട്ടോ. ട്രിവാൻഡ്രത്തൊക്കെ ഉണ്ടെന്നല്ലാതെ ഡയറക്റ്റ് കോഴിക്കോടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഷൊർണൂർ ചെന്നിട്ട് മാറി കയറിയിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെയിറ്റിംഗ് ആണ് കേട്ടോ. ടിക്കറ്റൊക്കെ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അറിയുന്നത് ഇപ്പോൾ അടുത്തൊന്നും കോഴിക്കോട്ടേക്ക് ട്രെയിനില്ലാതെ. നമ്മളാകെ മൂഞ്ചിയൊരവസ്ഥയായിരുന്നു. കാരണം 2-3 മണിക്കൂർ അവിടെ വെയിറ്റിംഗ് ആയിട്ട് ഇരിക്കേണ്ടി വന്ന്. നമ്മൾ രാവിലെ പുറപ്പെട്ടതുകൊണ്ട് നമ്മളൊരു ചായ മേടിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ രാവിലെ പുറപ്പെട്ടതുകൊണ്ട് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളവിടെ കുറേ നേരം ട്രെയിനൊക്കെ നോക്കി ഇരുന്നു കേട്ടോ. പിന്നെ വന്ദേ ഭാരതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യമായിട്ടാണ് വന്ദേ ഭാരത് കാണുന്നത്. ഇപ്പോൾ ചെറുകരല്ലാത്തതുകൊണ്ട് മറ്റേത് ഏത് പുതിയ ട്രെയിൻ ഇറങ്ങിയാലും ഫസ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ വന്ദേ ഭാരതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ കയറണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ട്രിവാൻഡ്രത്ത് പോകുമ്പോൾ ഇനി ഒരിക്കൽ പോവാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറാൻ പോവുകയാണ്. അപ്പോൾ അപ്പുറത്തെ സൈഡിലാണ് നമ്മൾ ട്രെയിൻ വരുന്നത്. അപ്പോൾ ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പെട്ടെന്ന് ഓടി പോവാണ് ട്രെയിനിൻ്റെ അടുത്തേക്ക്. അപ്പോൾ ഇതാണ് നമ്മൾ പോകാൻ പോകുന്ന ട്രെയിന്. നമ്മളെപ്പോഴും കാലിക്കറ്റ് പോകാറുണ്ട് കേട്ടോ. നമ്മൾ SM സ്ട്രീറ്റിൽ പർച്ചേസിങ്ങിന് എപ്പോഴും പോകാറുണ്ട്. എനിക്കിഷ്ടമാണ് അവിടുത്തെ ഡ്രസ്സൊക്കെ, നല്ല അഫോർഡബിൾ റേറ്റാണ് അവിടെ. അവിടേക്കാണ് ഞാനൊക്കെ മെയിനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. സ്ഥലങ്ങൾ കാണുന്നതിനേക്കാളും നമുക്ക് SM സ്ട്രീറ്റിൽ പർച്ചേസിങ് ആണ് കൂടുതൽ ഇഷ്ടം. പർച്ചേസിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ ബാഗൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ട്രെയിനിൽ നിന്ന് വടയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വടയായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് അവിടേക്കൊന്ന് ഷൂട്ട് ചെയ്തിട്ടോ. നമ്മൾ ട്രെയിനിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് സീറ്റ് കിട്ടിയത് തന്നെ ഭാഗ്യമായിരുന്നു.
നമ്മൾ അവിടുന്ന് ഒരു കടലൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിഷ്ടമാണ് ഇങ്ങനെ കടലൊക്കെ എപ്പോഴും കഴിക്കണത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ട്രെയിൻ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാൻ ഭയങ്കര രസമായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ മഴയത്തൊക്കെ പോകുന്നതൊക്കെ. അപ്പോൾ നമ്മൾ ഷട്ടറും താത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മഴ ഇങ്ങനെ പെയ്യുന്നുണ്ടായിരുന്നു, നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുഴകളൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് റിവർ കണ്ടിട്ടുണ്ടായിരുന്നു പോകുമ്പോൾ. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിനേക്കാളും ഭംഗിയാണ് അത് ഫുള്ളായിട്ട് നമുക്ക് കാണാൻ. അത് നമ്മൾ എത്ര ഷൂട്ട് ചെയ്താലും അങ്ങനെ കിട്ടില്ല, കാരണം നല്ല ഭംഗിയുണ്ടായിരുന്നു അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മരങ്ങളൊക്കെ ബാക്കിൽ ആ പുഴയാണ്. അത് നമുക്ക് ഈ മരങ്ങൾ ഉണ്ടാവോട്ട് കാണാനാണ്. അപ്പോൾ നമ്മൾ മലപ്പുറത്തുനിന്ന് ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ ടൈമുണ്ട് നമ്മളെ കോഴിക്കോട്ടേക്ക്. അപ്പോൾ നമ്മൾ ട്രെയിനിൽ പോകുമ്പോഴും ബസ്സിൽ പോകുമ്പോഴും ഏകദേശം ഒരേപോലെ തന്നെയാണ്. ബസ്സിൽ പോകുമ്പോൾ ബ്ലോക്കായിട്ട് അങ്ങനെ പോവും. ട്രെയിനിൽ പോകുമ്പോൾ നമ്മളെ കറക്റ്റ് ടൈമിൽ ചിലപ്പോൾ ട്രെയിൻ ഉണ്ടായിന്ന് വരില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഫുള്ള് കവർ ചെയ്യാൻ പറ്റില്ല, നമ്മൾ കോഴിക്കോട് നിൽക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ കുറ്റിപ്പുറം എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് നല്ല പ്ലേസസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് മാത്രമേ എനിക്ക് നല്ലതായിട്ട് തോന്നിയത് മാത്രമേ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ തിരൂർ എത്തിയിട്ടുണ്ട്. തിരൂർ, താനൂർ, കടലുണ്ടി, അങ്ങനെ കുറേ പ്ലേസുകൾ നമ്മൾ പോകണം. സ്റ്റേഷൻ കഴിഞ്ഞ് പോകണം കേട്ടോ കോഴിക്കോട് എത്തണമെങ്കിൽ. അപ്പോൾ നമ്മൾ നല്ല രസമുണ്ടായിരുന്നു അവിടെയൊക്കെ. തെങ്ങും തോപ്പ് നമ്മളെ നാട്ടിലൊക്കെ കുറവാണ്, തെങ്ങും തോപ്പുകളൊക്കെ കുറവാണ്. അപ്പോൾ തിരൂർ കഴിഞ്ഞ് നമ്മളിപ്പോൾ താനൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. കുറ്റിപ്പുറം, തിരൂർ, താനൂരൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റേഷൻ ഏതാണെന്ന് നോക്കാം. ഇപ്പോൾ ഏകദേശം നമ്മൾ പരപ്പനങ്ങാടി എത്താറായിട്ടുണ്ട്. അപ്പോൾ പരപ്പനങ്ങാടി സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റേഷൻ വള്ളിക്കുന്നാണെന്ന് തോന്നുന്നു. അതെ, വള്ളിക്കുന്നാണ്. അപ്പോൾ നല്ലൊരു അടിപൊളി റിവറൊക്കെ ഉണ്ടായിരുന്നു കാണാൻ. തന്നെ കായലാണെന്ന് തോന്നുന്നു, റിവറെല്ലാം തോന്നുന്നു കായലാണ്. അപ്പോൾ അതിലൂടെയൊക്കെ നമ്മൾ സ്കൈ വ്യൂ എടുക്കുകയാണെങ്കിൽ അടിപൊളിയായിക്കാരം കേട്ടോ. ട്രെയിന് പോകുന്നതൊക്കെ നല്ല അടിപൊളിയായിക്കാരം, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ അടുത്ത സ്റ്റേഷൻ ഫറോക്കാണ് കേട്ടോ. നമ്മൾ ഏകദേശം കാലിക്കറ്റ് എത്താറായിട്ടുണ്ട്. ഫറോക്കാണ്, ഇതാണ് ഫറോക്ക് സ്റ്റേഷൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു നല്ല വ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നല്ല ഭംഗി ഉണ്ടായിരുന്നു. അവിടെ ഒരു ഹൗസ് ബോട്ടാണെന്ന് തോന്നുന്നു അവിടെ നിൽക്കുന്നത്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മഴയൊക്കെ ഉണ്ടായിരുന്നുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ ട്രെയിൻ ഇങ്ങനെ പോകുന്ന കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ജസ്റ്റ് ഞാൻ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ഏകദേശം കാലിക്കറ്റ് എത്താറായിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം കുറേ റെയിൽപ്പാളങ്ങളൊക്കെ കാണാനുണ്ട്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഇതിൽ കല്ല് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ട്രെയിന് പോകുമ്പോൾ പൊട്ടാൻ വേണ്ടിയിട്ട്. അതേമാതിരി സോഡയുടെ അടപ്പൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളത്
പരത്തിയാൽ നമ്മൾ പമ്പരൊക്കെ ഉണ്ടാക്കി കളിച്ചിരുന്നു നമ്മളെ ചെറുപ്പത്തിൽ. അപ്പോൾ അത് എനിക്ക് ഓർമ്മ വന്നിട്ടോ. അപ്പോൾ നമ്മൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പോവാണ്, SM സ്ട്രീറ്റ് പോവാണ്. അപ്പോൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ് വാക്കിങ്ങേ ഉള്ളൂ കേട്ടോ അവിടുന്ന് SM സ്ട്രീറ്റിക്ക്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ് SM സ്ട്രീറ്റിൽ. അപ്പോൾ ഏകദേശം നമ്മൾ SM സ്ട്രീറ്റ് എത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ SM സ്ട്രീറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നാൽ നമുക്ക് കൺഫ്യൂഷൻ ആവട്ടെ, ഏത് ഷോപ്പിലാണ് കയറുക, ഏതാ പർച്ചേസ് ചെയ്യുക, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവും. കാരണം കാണുന്നത് മുഴുവൻ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളായിരിക്കും. ഒക്കെ ഒന്നും അവിടെ വെക്കാന്നുള്ള, ഒക്കെ എതിർത്താലോ അങ്ങനത്തെ അത്രയും കളക്ഷൻസ് ഉള്ളൊരു സ്ട്രീറ്റാണിത്. നമ്മളെപ്പോഴും പോകുമ്പോൾ ഇവിടുന്ന് എന്തായാലും വാങ്ങിയിട്ടേ പോകാറുള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴും പർച്ചേസ് ചെയ്യുന്ന കഷ്കെന്നാണ് കേട്ടോ നമ്മൾ കൂടുതലും ഡ്രസ്സ് എടുക്കാറുള്ളത്. അപ്പോൾ ഇവിടെ ഷോർട്ടായിട്ടും ടോപ്പായിട്ടും അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. കോഡ് സെറ്റായിട്ടും അങ്ങനത്തെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഏതേതാ എടുക്കേണ്ടത് തോന്നും. നമ്മളെപ്പോഴും പോകുമ്പോൾ ഇവിടെ നല്ല അഫോർഡബിൾ റേറ്റിലുണ്ടാവും. 40, 100, 200 തുടങ്ങിയിട്ടുള്ള കുറേ ഇതിലുണ്ടാവും. അപ്പോൾ നമ്മൾ അവിടുന്ന് കോഴിക്കോടൻ ഹലുവയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള ഹലുവയാണ് കേട്ടോ കോഴിക്കോടൻ ഹൽവ. അപ്പോൾ നമ്മൾ ടോപ്പ് ഫോംക്ക് റെസ്റ്റോറൻറ്റിക്ക് ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു ഉച്ചക്ക്. അപ്പോൾ ലഞ്ചിന് ഉമ്മ ഇപ്പൊക്കെ മീൽസാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ ബിരിയാണി കഴിക്കാനായിട്ട്. അതിക്കേറെ ടേസ്റ്റ് ഉണ്ടായിരുന്നു മീൽസ് കഴിക്കാനായിട്ട്. കാരണം നമ്മൾ പായസവും അല്ലാതെ ഒരു ചെറിയ സദ്യ തന്നെ പറയാം. അപ്പോൾ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് റഹ്മത്ത് ഹോട്ടലിൽ പോകണമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് ടൈമില്ലാത്തതുകൊണ്ട് നമ്മൾ പോയില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ എല്ലാ പ്രാവശ്യവും റഹ്മത്ത് ഹോട്ടലിലാണ് പോവാറുള്ളത്. അപ്പോൾ അവിടുത്തെ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ SM സ്ട്രീറ്റിലത്തെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ഡ്രസ്സും കുറച്ച് ചെരുപ്പും കുറേ ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രദേഴ്സിനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് കാലിക്കറ്റ് സൗത്ത് ബീച്ചിലേക്കാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയായിരുന്നു, മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ അടുത്തൊന്ന് കടൽ കാണാൻ പോയതാണ്, എങ്കിലും നമ്മൾ കോഴിക്കോടല്ലല്ലോ പോയത്. അപ്പോൾ നമ്മൾ വാസ്കോ ഡ ഗാമയ്ക്ക് വന്നിറങ്ങിയ കോഴിക്കോടാണ്. നല്ല ഹലുവയും മിഠായികളൊക്കെ കിട്ടുന്ന കോഴിക്കോട്. നമ്മളെ കോഴിക്കോടിനെ പറ്റി വർണ്ണിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടൊരു പ്ലേസാണ് കോഴിക്കോട്. അപ്പോൾ നമ്മളെപ്പോഴും പോവാറുണ്ട്, പർച്ചേസിങ്ങിനാണെങ്കിലും ബീച്ച് കാണാനാണെങ്കിലും. ബീച്ചിലൊക്കെ നമ്മൾ കസിൻസൊക്കെ ആയിട്ട് എപ്പോഴും വരാറുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമാണ് ഇവിടെ ബീച്ചിൽ വന്നിരിക്കാൻ. നമ്മൾ അധികവും സൗത്ത് ബീച്ചിലല്ല പോകുന്നത്. അപ്പോൾ മഴയൊക്കെ ആയിട്ട് നല്ല വേവ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബീച്ച് ഇങ്ങനെ കണ്ടിരിക്കാനായിട്ട് നമുക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടം തന്നെ കാരണം ഞാൻ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ബീച്ചിൽ പോണതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നൊക്കെ. നമ്മൾ അവിടുന്ന് കുറച്ച് ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പ്ലേസ് കവർ ചെയ്യണമെന്ന് കരുതിയതാണ്, പക്ഷേ ഒന്നും നടന്നില്ല കേട്ടോ, ടൈമില്ലാത്തതുകൊണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് നമ്മൾ നല്ലൊരു കാഴ്ച കാണുന്നത്. നമ്മളെ ലാലേട്ടൻ്റെ പടം ഒരാൾ വരയ്ക്കണം കേട്ടോ. ഞങ്ങൾ നല്ല വരയ്ക്കുന്ന ആളാണ് തോന്നുന്നു. കുറേ പേര് അത് ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ ചെന്നപ്പോൾ. അപ്പോൾ എനിക്ക് എൻ്റെ പടം വരയ്ക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് ടൈമില്ലാത്തതുകൊണ്ട് കുറേ നേരം നിൽക്കണം തോന്നുന്നു വരയ്ക്കണമെങ്കിൽ. അപ്പോൾ നമുക്ക് ടൈമില്ലാത്തതുകൊണ്ട് നമ്മൾ കടൽ കാണാൻ തന്നെ പോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ദൂരം നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. ഈ സൗത്ത് ബീച്ചിൽ നിന്ന് കുറച്ചധികം ദൂരം പോകണം നമുക്ക് ഇറങ്ങണ സ്ഥലത്തെത്തണമെങ്കിൽ.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നടക്കുകയാണ്. അപ്പോൾ ഐശ്വര്യതിയൊക്കെ കിട്ടണമെങ്കിൽ അവിടേക്ക് പോകണം. അപ്പോൾ നമ്മൾ ഐശ്വര്യതിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാലിക്കറ്റ് വന്നാൽ പിന്നെ ഐശ്വര്യതി കഴിക്കാതെ പോകലില്ലല്ലോ. പിന്നെ മാങ്ങയും പൈനാപ്പിളൊക്കെ ഉപ്പിലിട്ടത് വാങ്ങണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇവർ പറഞ്ഞു അതൊന്നും മഴക്കാലത്ത് കഴിക്കണ്ട എന്ന് പറഞ്ഞിട്ട് വാങ്ങി തന്നില്ല കേട്ടോ. അപ്പോൾ വേറെ എന്തെങ്കിലും വാങ്ങിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഐസ്ക്രീമും കടലൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കടലിലേക്ക് കുറേ ഫോട്ടോസ് എടുത്തിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ട്രെയിന് വരാൻ ടൈമായി. അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറാൻ പോവാണ്. അപ്പോൾ വെയിറ്റിംഗ് ആക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ട്രെയിനിൻ്റെ ടൈമൊക്കെ നോക്കുകയാണ് അവിടെ. അപ്പോൾ അതിനൊക്കെ ഭയങ്കര സെറ്റപ്പായിട്ടുണ്ട് കേട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ പണ്ട് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ ഇത്രയുള്ള അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഓക്കെ, ബൈ.